നമ്മുടെ ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് ഇങ്ങനെ കുതിക്കുമ്പോൾ രാജ്യത്തിനകത്തു നിന്ന് തന്നെ കേൾക്കുന്ന ചില ശബ്ദങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയിൽ വംശഹത്യ നടക്കാൻ പോകുന്നു, മുസ്ലിങ്ങളെയും ആദിവാസികളെയും ഒക്കെ കൊന്നെടുക്കാൻ പദ്ധതിയുണ്ട്. കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല, രാജ്യം ആദരിക്കുന്ന ഒരു നടനാണ് ഈ വാക്കുകൾ വിളിച്ചു പറയുന്നത്. പ്രകാശ് രാജ് എന്ന നടൻ ഹൈദരാബാദിലെ ഒരു വേദിയിൽ വെച്ച് നടത്തിയ ഈ പ്രസ്താവന വെറും ഒരു രാഷ്ട്രീയ വിമർശനമാണോ, അതോ വരാനിരിക്കുന്ന ഒരു വലിയ ആഭ്യന്തര കലാപത്തിനുള്ള വിത്തുപാകലാണോ? ഈ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരമായ അജണ്ടയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഹൈദരാബാദിൽ നടന്ന ലോഗിംഗ് ഫോർ ജസ്റ്റിസ് എന്ന പരിപാടിയിലായിരുന്നു പ്രകാശ് രാജിന്റെ ഈ വിവാദ പ്രസംഗം. BJPയെയും RSSനെയും കടന്നാക്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം ഉപയോഗിച്ചത് ജീനോസൈഡ് അഥവാ വംശഹത്യ എന്ന വാക്കാണ്. ഒരു ജനവിഭാഗത്തെ ആകെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം. 140 കോടി ജനങ്ങൾ വസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെക്കുറിച്ച് ഇത്രയും വലിയൊരു നുണ പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് ധൈര്യം വന്നത്? വിദേശ രാജ്യങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ സ്വന്തം രാജ്യത്തിനെതിരെ ഉന്നയിക്കുന്നതിലൂടെ അദ്ദേഹം ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? പ്രകാശ് രാജിന്റെ പ്രസംഗം രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. നമ്മുടെ പൗരന്മാരുടെ അവസാന പ്രതീക്ഷയായ ജുഡീഷ്യറിയെ പോലും അദ്ദേഹം സംശയത്തിന് നിഴലാക്കി. കോടതികൾ പരാജയപ്പെട്ടെന്നും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നു. സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുന്നത് അത് തൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ ഉടനെ കോടതികൾ വിൽക്കപ്പെട്ടു എന്ന് പറയുന്നത് അരാജകത്വമല്ലേ? അയോധ്യ വിധി ആയാലും ആർട്ടിക്കിൾ 370 ആയാലും കൃത്യമായ നിയമ നടപടികളിലൂടെ വന്നതാണ്. കോടതികളെ അവിശ്വസിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമല്ലേ? ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് വസ്തുതകളിലേക്ക് കടക്കാം. ന്യൂനപക്ഷങ്ങൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാദത്തിൽ എത്രത്തോളം സത്യമുണ്ട്? നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ വീടുകൾ, അതായത് ആവാസ് യോജന, ഗ്യാസ് കണക്ഷനുകൾ, ഉജ്ജ്വല യോജന എന്നിവയുടെയെല്ലാം ഗുണഭോക്താക്കളിൽ വലിയൊരു ശതമാനം മുസ്ലിം സഹോദരികളാണ്. വംശഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ അവർക്ക് ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമോ? അതേസമയം UPA ഗവൺമെന്റ് ഭരിച്ച കാലത്ത് എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി? അത് കൂടുതൽ വിശദീകരിക്കാത്തതാണ് നല്ലത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ എണ്ണം ഈ കാലയളവിൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. ആദിവാസികൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് വിളിച്ചു പറയുന്നവർ കാണാതെ പോകുന്നൊരു സത്യമുണ്ട്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗോത്രവർഗ വനിതയെ, ശ്രീമതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി സ്ഥാനത്തെത്തിച്ചത് ഇതേ സർക്കാരാണ്. ആദിവാസികളുടെയും മുസ്ലിങ്ങളുടെയും പേര് പറഞ്ഞ് വിദ്വേഷം പടർത്തുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ ശാക്തീകരണത്തെ ബോധപൂർവ്വം മറച്ചു പിടിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രകാശ് രാജിനെ പോലെയുള്ളവർ ഇപ്പോൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത്? ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയെ വളരുമ്പോൾ അതിനെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ചില വിദേശ ശക്തികളുണ്ട്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയും. ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ്, ഇവിടെ ആഭ്യന്തര യുദ്ധം നടക്കാൻ പോകുന്നു എന്നൊക്കെ വിദേശ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുത്താൻ ഇത്തരം സെലിബ്രിറ്റികളുടെ പ്രസ്താവനകൾ അവർക്ക് ആവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ ടൂൾ കിറ്റ് അജണ്ട എന്ന് വിളിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ മോശമാക്കാൻ അറിഞ്ഞോ അറിയാതെയോ ഇവർ കരുക്കളാവുകയാണ്. രാഷ്ട്രീയ വിയോജിപ്പുകൾ ഏത് ജനാധിപത്യത്തിലും സ്വാഭാവികമാണ്. എന്നാൽ BJPയെ എതിർക്കാൻ വേണ്ടി ഭാരതത്തെ തോൽപ്പിക്കുന്നത് ശരിയാണോ? സ്വന്തം രാജ്യമല്ലേ? വംശഹത്യ എന്ന ഭീകരമായ വാക്കുപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതിയും വിദ്വേഷവും പടർത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ഒരു കലാപത്തിനുള്ള മരുന്നിടലാണ്. നമ്മുടെ രാജ്യം ഒരുമിച്ച് മുന്നേറുകയാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ആരെയും ഇവിടെ ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം ഇത് നിയമവാഴ്ചയുള്ള രാജ്യമാണ്. പ്രകാശ് രാജിനെ പോലെയുള്ളവർ സ്വന്തം രാഷ്ട്രീയ നിരാശ തീർക്കാൻ രാജ്യത്തെ ബലി കൊടുക്കരുത്. നമ്മൾ ജാഗരൂകരാകിയിരിക്കണം.